പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ പോലെയാവാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കൽ വളരെ സന്തോഷത്തോടെ എല്ലായിടത്തും പാറിപ്പറന്നിരുന്ന ഒരു കാക്ക ഒരു അരയന്നത്തെ കാണാനിടയായി. വെളുത്ത നിറത്താല് അതിനെ കാണാൻ തന്നെ ഭയങ്കര ഭംഗി തോന്നിച്ചിരുന്നു. ആ സമയത്ത് കാക്ക മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു: ഒരരയന്നമായിട്ടൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു. എന്ത് രസാണ് അതിനെ കാണാൻ, നല്ല വെളുത്ത നിറത്തില്. എൻ്റെയൊക്കെ നിറം നോക്ക്, ഒരാളും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇത്ര സൗന്ദര്യമുള്ള ഈ ഒരു അരയന്നം തന്നെയായിരിക്കും എന്തായാലും ഈ കാട്ടിൽ ഏറ്റവും സന്തോഷവാനായി ജീവിക്കുന്നത്. കാക്ക തൻ്റെ മനസ്സിലുള്ള ഈ ഒരു സംശയം അരയന്നത്തോട് തന്നെ ചോദിച്ചു. ഈ കാട്ടില് ഏറ്റവും സന്തോഷവാനായി ജീവിക്കുന്നത് നീ തന്നെയല്ലേ? അത്ര സൗന്ദര്യമുണ്ടല്ലോ നിനക്ക്. അപ്പോ അരയന്നം ഇപ്രകാരം മറുപടി പറഞ്ഞു: ശരിയാണ്, എൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിസുന്ദരിയായ ഒരു തത്തയെ കണ്ടപ്പോൾ എൻ്റെ ആ സന്തോഷവും അഭിമാനമൊക്കെ പോയി. എന്ത് രസമാണ് ഒരു തത്തയെ കാണാൻ. ഇത് കേട്ട കാക്ക അപ്പം തന്നെ ഒരു തത്തയെ അന്വേഷിച്ച് പറക്കാൻ വേണ്ടി തുടങ്ങി. തത്തയെ കണ്ടെത്തിയപ്പോൾ തൻ്റെ ചോദ്യം ആവർത്തിച്ചു: അതിമനോഹരമായ നിറമുള്ള നിങ്ങൾ തന്നെയല്ലേ ഈ ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത്? ഇത് കേട്ട സമയത്ത് തത്ത ഇപ്രകാരം മറുപടി പറഞ്ഞു: ശരിയാണ്, അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ എന്നേക്കാളൊക്കെ അതിമനോഹരമായ സൗന്ദര്യമുള്ളത് മയിലിനാണ്. മയിലായിരിക്കണം നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സന്തോഷവാനായി ജീവിക്കുന്നത്. ഇത് കേട്ട കാക്ക സമയം കളയാതെ അപ്പം തന്നെ ഒരു മയിലിനെ തേടി പറക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഒരുപാട് പറന്നിട്ടും ഒരു മയിലിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവസാനം ഒരു മൃഗശാലയുടെ മുകളിലൂടെ പറന്നു വരുന്ന സമയത്ത് അവിടെ അതിമനോഹരമായ ഒരു മയില് പീലി വിടർത്തി നൃത്തം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് ആൾക്കാര് ഈ മയിലിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട്. അങ്ങനെ അവരൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം കാക്ക മെല്ലെ മയിലിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു: സുന്ദരമായ പീലികളുള്ള നിങ്ങളെ കാണാൻ എത്ര ആളുകളാണ് ദിവസവും ഇവിടെ തടിച്ചുകൂടുന്നത്. എന്നെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ ആൾക്കാർ ആട്ടി ഓടിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. ഇത് കേട്ട സമയത്ത് മയില് സങ്കടത്തോടെ മറുപടി പറഞ്ഞു: ശരിയാണ്, ഞാൻ എൻ്റെ ഭംഗിയിൽ അമിതമായി അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇതേ ഭംഗി കാരണം തന്നെ എനിക്കിവിടെ കൂട്ടിലകപ്പെടേണ്ടിയും വന്നു. ഞാൻ ഈ മൃഗശാല മുഴുവനായും നിരീക്ഷിച്ചു നോക്കി. ഇവിടെ എല്ലാത്തരം പക്ഷികളും ഉണ്ട്, നീ ഒഴികെ. നിന്നെപ്പോലെ സ്വാതന്ത്ര്യത്തോടെ ഒരാളെയും പേടിക്കാതെ പാറിപ്പറന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാക്കയായി ജനിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഈ കൂട്ടിലകപ്പെട്ടത് മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശിച്ചിട്ടുണ്ടായിരുന്നത്. നിനക്ക് എവിടെ വേണമെങ്കിലും പറക്കാം, ഒരാൾ പോലും നിന്നെ ഉപദ്രവിക്കാനോ കൂട്ടിലടക്കാനോ വരുന്നില്ല. അപ്പോൾ നീ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇത് കേട്ട സമയത്ത് പിന്നീട് അങ്ങോട്ട് കാക്ക വളരെ സന്തോഷത്തോടെ പാറിപ്പറന്ന് ജീവിക്കുകയും ചെയ്തു. ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ ഈ കാക്കയെ പോലെ ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ സ്ഥാനങ്ങളും പദവികളും തുടങ്ങിയ ഓരോ കാര്യങ്ങളുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്തിട്ട് നമ്മുടെ ലൈഫിലെ സന്തോഷങ്ങളെ തിരിച്ചറിയാതെ പോവാറുണ്ട്. ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാവരുടെയും കഴിവുകളും വ്യത്യസ്തമാണ്. നമ്മൾ ആരെങ്കിലും പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവരിലില്ലാത്ത ഒരുപാട് നല്ല നല്ല കഴിവുകൾ നമ്മളിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ച് അതിനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ വേണ്ടി സാധിക്കുക. അതല്ലാതെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരെപ്പോലെ എനിക്കാവാൻ സാധിച്ചില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഉള്ള സന്തോഷം കൂടി ഇല്ലാണ്ടാക്കി നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ നേരമുണ്ടാവുള്ളൂ. സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിച്ച് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.